നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിസന്ധി നേരിട്ട് റബ്ബർ, പച്ച പിടിച്ച് ഏലം, വെളിച്ചെണ്ണ വിലയും മുന്നോട്ട്. മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കിടയിൽ കപ്പൽ ഗതാഗതത്തിന് നേരിട്ട തടസ്സം റബ്ബർ വ്യവസായ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവിനെ തുടർന്ന് മലേഷ്യയിലെ പ്രമുഖ കയ്യുറ ഉൽപ്പാദകർ ഈ മാസം മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ പുതിയ ബാധ്യതകളിൽ നിന്നും അല്പം വിട്ടുനിന്നത് വിലക്കയറ്റത്തിന് തടസ്സമായി. പ്രാദേശിക അവധികൾ മൂലം വാരമധ്യം വരെയും തായ്ലൻഡ് മാർക്കറ്റ് പ്രവർത്തിക്കില്ല. രാജ്യാന്തര തലത്തിലെ മ്ലാനത മൂലം ഇന്ത്യൻ റബ്ബർ വില നേരിയ റേഞ്ചിൽ നീങ്ങി. 4 ഗ്രേഡ് കിലോ 229 രൂപ. വിഷു പടിവാതിക്കൽ എത്തിയിട്ടും കേരളത്തിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് അന്വേഷണങ്ങൾ ചുരുങ്ങിയത് വൻകിട കൊപ്രയാട്ട് മില്ലുകാരെ ആശ്ചര്യപ്പെടുത്തി. അതേസമയം ഉത്സവ ഡിമാൻഡിൽ പ്രതീക്ഷ നിലനിർത്തി കാങ്കയത്തെ വ്യവസായികൾ. വെളിച്ചെണ്ണ വില ഇന്ന് 350 രൂപ ഉയർത്തി 23,500 രൂപയാക്കി. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്ക് 200 രൂപ ഉയർന്നതിൻ്റെ ചുവട് പിടിച്ച് കൊച്ചിയിലും ഉൽപ്പന്ന വില 16,800 രൂപയായി കയറി. എന്നാൽ ഇവിടെ വെളിച്ചെണ്ണ 26,800 രൂപയിൽ സ്റ്റഡിയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉയർന്ന അളവിൽ ഏലയ്ക്ക ഇന്ന് ലേലത്തിന് ഇറങ്ങി. ഉൽപ്പാദകർ 1,14,061 കിലോഗ്രാം ഏലയ്ക്ക വിൽപ്പനയ്ക്ക് ഇറക്കിയതിൽ 97,689 കിലോ ചരക്കും വിറ്റഴിഞ്ഞു. ഉത്സവ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ചെറുകിട കർഷകർ കരുതൽ ശേഖരം ലേലത്തിന് ഇറക്കിയത്. ശരാശരി ഇനങ്ങൾ കിലോ 2,580 രൂപയിലും മികച്ച ഇനങ്ങൾ 3,501 രൂപയിലും കൈമാറി. ആഭ്യന്തര വാങ്ങലുകാർക്കൊപ്പം കയറ്റുമതി സമൂഹവും ചരക്കിൽ താൽപ്പര്യം കാണിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ